ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഗ്രീറ്റിംഗ് കാർഡാണ്. അതിനായി നമ്മൾ കുറച്ച് കട്ടിയുള്ള വെള്ള പേപ്പറാണ് ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ട സൈസിൽ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. രണ്ട് പേപ്പർ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന നൂലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രീൻ കളറിലുള്ള നൂലാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൽ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ട് ക്രിസ്മസ് തീം ആയതുകൊണ്ട് റെഡ് കളറ് അടിച്ചു കൊടുക്കുകയാണ്. റെഡ് കളറ് നമുക്ക് വേണ്ട ഷേപ്പിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ബോർഡർ വരച്ചിട്ട് ഇങ്ങനൊരു ഷേപ്പിലാണ് കളർ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കളറടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാ ഒരു ബ്രൗൺ പേപ്പറിൽ, കുറച്ച് കട്ടിയുള്ള ബ്രൗൺ പേപ്പറാണ് അത്, നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ബ്രൗൺ പേപ്പറാണ്. അതിൽ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിന്മേൽ ജസ്റ്റ് വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വിൻഡോസൊക്കെ പോലെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് രണ്ട് ഗ്രീൻ ലീവ്സും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കത്രിക കൊണ്ട് ബ്രൗൺ പേപ്പറിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 ലീവ്സാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിന് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. കറുത്ത ബ്ലാക്ക് ഇങ്ക് മാർക്കർ കൊണ്ടാണ് ബോർഡർ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ലീവ്സിനെ അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഫെവിക്കോൾ ഇല്ലാത്ത കാരണം ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ത്രെഡൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോളാണ് ബെറ്റർ. പിന്നെ എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ത്രെഡ് എടുത്തിട്ട് ആദ്യം റൗണ്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും ബാക്കി ത്രെഡ്സും അങ്ങനെ റിങ് ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിക്ക് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്നായി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി പിന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഫ്രൂട്ട്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ നേരത്തെ തയ്യാറാക്കി വെച്ച ബിൽഡിങ് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ബിൽഡിങ്, ഒന്ന് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ
പൊങ്ങി വരുന്ന രീതിക്കും മറ്റേത് സൈഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നല്ല ഡ്രോ വരച്ചിട്ടുള്ള സ്നോമാൻ അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തതാട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒട്ടിച്ചെടുത്തല്ലോ. പിന്നെ കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് ട്രീനെ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്താണ്ട് ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ നമ്മളെ കാർഡിൽ, അതിന് വേണ്ടിയിട്ടാണ് അതും ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഗ്രീൻ വെച്ചിട്ടാണ് ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെ മെറി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് എഴുതി കൊടുത്തത്. പക്ഷേ അതിനൊരു എടുപ്പ് തോന്നാത്തപ്പോൾ അത് അക്രൈലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് മെറി എന്നുള്ളത്. പിന്നെ ഇന്നലത്തെ സ്നോമാൻ്റെ കൂടെ വരച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സും അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ഒരു എടുപ്പിന് വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിൽ വൈറ്റ് കളർ മാർക്കിങ്ങൊക്കെ അക്രൈലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നമ്മൾ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ അതിലേക്ക് ചെറിയ ഡെക്കറേഷൻ പോലെ റീത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫെവിക്കോൾ വെച്ച് ഉരുട്ടിയെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെറിയ ഗിൽറ്റ് എന്ന് തന്നെയല്ലേ പറയാം, അത് നമ്മളെ ക്രിസ്മസ് ട്രീയിലും കുറച്ച് സൈഡിലും ഒക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.